अस्सलामुअलैकुम वरहमतुल्लाहि तआला वबरकात മർഹബൻ 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 യാ തുല്ലാബ് അഹ്ലൻ വസഹലൻ യാ തുല്ലാബ്. മക്കളെ എല്ലാവർക്കും ഉഷാറല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? സാറ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ക്രിസ്മസിലേക്ക് മെല്ലെ മെല്ലെ ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടി നമ്മൾ മെല്ലെ മെല്ലെ തയ്യാറെടുപ്പുകൾ എടുത്തു കഴിഞ്ഞു അല്ലേ? പെട്ടെന്ന് ഇതാ നമ്മുടെ ക്ലാസ് സാറ് ആറാമത്തെ ക്ലാസ്സിലുള്ള 6ാം ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും അറബി സെറ്റാക്കി തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എക്സാം വിന്നറിലെ മുഴുവൻ ഫാമിലിയും സ്റ്റാൻഡ് ട്യൂൺ ആയിട്ട് ഇരുന്നോളൂ, വളരെ പവറായിട്ട് ഇരുന്നോളൂ, എനർജിക്കട്ടായി ഇരുന്നോളൂ. സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ബേജാറും പേടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? അറബി ഇങ്ങനെ തന്നെ പിടിക്കുക, അങ്ങനെ തന്നെ എഴുതുക, നല്ല മാർക്ക് വാങ്ങാം. സെറ്റാണല്ലോ? അപ്പോൾ ഓൾറെഡി നമ്മൾ 2 യൂണിറ്റുകൾ എന്തായി എടുത്തു കഴിഞ്ഞു. 2 യൂണിറ്റുകൾ വളരെ മനോഹരമായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു തന്നു അല്ലേ? ഇനിതാ നമ്മൾ 3ാമത്തെ യൂണിറ്റിലേക്ക് എത്തി. 3ാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളൊക്കെ ആ ഫോട്ടോ കണ്ടാൽ തന്നെ, നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും ഈ ക്ലാസ് കേൾക്കാൻ എന്തായിരിക്കും? വളരെ ആവേശമായിരിക്കും, വളരെ എനർജി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ 3ാമത്തെ യൂണിറ്റിലേക്ക് എത്തൂ. നമ്മൾ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താ? അജിസ്മു സലീം അല്ലേ? ആരോഗ്യകരമായിട്ടുള്ള എന്ത് ജീവിതം. അപ്പോൾ നല്ല ജീവിത സ്റ്റൈലായിരിക്കണം, നല്ല ലൈഫ് സ്റ്റൈലായിരിക്കണം നമ്മളിത്. ആരോഗ്യപരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കണം നമ്മളോടൊപ്പം. നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റ് തന്നെ സംസാരിക്കുന്നത്. അപ്പം പോയി നോക്കിയാലോ? എല്ലാവരും പെട്ട ക്ലാസ്സിലേക്ക് വന്നാട്ടെ. പോയി നോക്കിയാലോ? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഇരുന്നാട്ടെ. യെസ്, ഒന്നാമത് നോക്കൂ, അൽ ഹദഫ്. എന്താ ഹദഫ്? ഹദഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾ എന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റിൻ്റെ പേര് ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ പേര് ഹദഫ്. എന്താണ്? ഗോൾ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നോക്കൂ, ഒരു ചിത്രം കണ്ടില്ലേ? നല്ല മനോഹരമായിട്ടുള്ള കളികൾ അല്ലേ? അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, വോളിബോൾ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ണുപൊത്തിക്കളി കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കളികൾ, മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വേറെന്താ ലുഡോ, ക്യാരമോ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അല്ലേ? അപ്പം ടോട്ടലി എന്താണ്? കളിയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സാറ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ആക്റ്റീവായിരിക്കുമെന്ന്, എല്ലാവരും വളരെ ഉഷാറായിട്ടിരിക്കുമെന്ന് എനിക്ക് സാറിന് ഉറപ്പുണ്ട് മക്കളെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്നാട്ടെ. നോക്കൂ, അൽ ഹദഫ് ഗോൾ. എല്ലാവരും ഗോ അല്ലേ? ഗോളിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ദക്കായിക്കുൽ ബാക്കിയത്തിൽ സൊഫാറത്തുൽ അഖീറ. എന്താ? അവസാനത്തെ വിസിലിന് വേണ്ടി നിമിഷങ്ങൾ മാത്രം ബാക്കി. ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മിനിറ്റുകൾ അല്ലേ? ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മിനിറ്റിനാണ് എന്താ പറയുക? ദക്കായിക്ക് എന്ന് പറയാം. അപ്പോൾ ദക്കായിക്കുൽ ബാക്കി, അവസാന നിമിഷം. എന്തിനാണ്? ലി സൊഫാറത്തുൽ അഖീറ, ഏറ്റവും അവസാനത്തെ വിസിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫുട്ബോൾ കളിയെ കുറിച്ചാണ് പറയുന്നത്. ആലോചിച്ച് നോക്കട്ടെ, ഒരു ഫുട്ബോൾ കളിയിൽ എങ്ങനെ ഉണ്ടാവുക? 90 മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുത്ത ഒരു 5 മിനിറ്റിൽ 4 മിനിറ്റ് കഴിഞ്ഞ് ആഡ് ഓൺ ടൈമത്തെ 4 മിനിറ്റും കഴിഞ്ഞ് ഏറ്റവും അവസാന നിമിഷം അല്ലേ? ആര് ഗോളടിക്കും, ആര് കപ്പ് ഉയർത്തും, ആര് ജയിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയം. അതേപോലെ നോക്കൂ, ദക്കായിക്കുൽ ബാക്കിയ, ഏറ്റവും അവസാന നിമിഷം. എന്തിന്? ലി സൊഫാറത്തുൽ അഖീറ അല്ലേ? സൊഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിസിൽ മുഴക്കാൻ. എന്ത് വിസിൽ? അൽ അഖീറ. അപ്പോൾ കളിയുടെ ഏറ്റവും അവസാനത്തെ വിസിൽ, ഫൈനൽ വിസിൽ മുഴക്കാൻ വേണ്ടിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം. യർതഫിഉ സിയാഹ്. എന്താണ്? അട്ടഹാസങ്ങളില്ലേ? സിയാഹ് എന്ന് പറയുന്നത് ഒച്ചപ്പാടുകൾ. അപ്പോൾ നമ്മളൊരു സ്റ്റേഡിയത്തിൽ പോയി കളി കാണുമ്പോൾ പലരും അല്ലേ വളരെ ആവേശത്തിലായിരിക്കും. അതേപോലെ തന്നെ യർതഫിഉൽ സിയാഹ്, എന്തായി? ഒച്ചപ്പാടുകൾ ഉയർന്നു. അതുപോലെ തന്നെ വയത്തമവ്വജുൽ മുഷാഹിദൂൻ, കാണികൾ. മുഷാഹിദൂൻ എന്ന് പറഞ്ഞാൽ എന്താ? കാണികൾ എന്തായി പോയി? യത്തമവ്വജ്, അവരെന്തായി പോയി? തിരമാലകളെ പോലെ. അപ്പോൾ ആടി ഉലയാൻ തുടങ്ങി കാണികൾ. ഒരു ഗാലറിയിൽ, നമ്മളൊരു ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗാലറിയിൽ പോയാൽ അവിടെ ആരെങ്കിലും വെറുതെ ഇങ്ങനെ കുത്തിരിക്കുകയോ? ഇല്ല, എല്ലാവരും വളരെ എനർജറ്റിക് ആയിരിക്കും. അതേപോലെ തന്നെയാണ് വയത്തമവ്വജുൽ മുഷാഹിദൂൻ, കാണികളൊക്കെ എന്താണ്? വളരെയധികം ഉഷാറിലാണ്. യുസാരി സൽമാൻ. അപ്പോൾ നോക്കൂ, എല്ലാവരും ഒരാളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരാണത്? സൽമാൻ, നമ്മുടെ നായകൻ സൽമാൻ. യുസാരി സൽമാൻ ബിൽ ഖുറത്തിൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ സൽമാൻ അതിവേഗം ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? വിസിലടിക്കാൻ ഏറ്റവും അവസാനത്തെ നിമിഷം. അപ്പോൾ നമ്മളെ സൽമാൻ എന്ത് ചെയ്യാണ്? വളരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നേറുകയാണ്. എന്തിനു വേണ്ടി? ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. യുസാരി സൽമാൻ എന്ത് ചെയ്യുന്നു? വളരെ വേഗത്തിൽ പോകുന്നു. ബിൽ ഖുറ, പന്തുമായിട്ട് എവിടേക്ക്? ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്. മർമ എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഗോൾ പോസ്റ്റിനാണ് മർമ എന്ന് പറയാം. വഹുവ ഖായിദുൻ ഫരീഖ്, അവനാണ് എന്ത്? ആ ലീഡറിൻ്റെ, ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ആര്? നമ്മളെ സൽമാൻ. അപ്പോൾ ഏറ്റവും അവസാനത്തെ നിമിഷം എല്ലാവരും സൽമാനിലേക്ക് നോക്കിയിരിക്കുകയാണ്. ദെൻ സൽമാൻ എന്ത് ചെയ്യാൻ പോവുക?
പോവാണ്, ഗോൾ അടിക്കാൻ വേണ്ടി പോവാണ്. നോക്കി നളറ ഇലാ ജാനിബിൽ ഐമനി വൽ ഐസർ, നമ്മുടെ സൽമാൻ എന്ത് ചെയ്തു, ഇടതിലേക്കും വലതിലേക്കും നോക്കി. അപ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്ത് സൽമാൻ നോക്കി. ഇല്ല എന്ന് കണ്ടപ്പോൾ ഇത് ലൊറബ സൽമാൻ ബിരിജിലെ ഇൽയുംന, അവൻ്റെ വലത് കാല് കൊണ്ട് എന്ത് ചെയ്തു, ഒരൊറ്റ അടി അങ്ങ് അടിച്ചു കൊടുത്തു. എവിടേക്ക്? ഗോൾ പോസ്റ്റിലേക്ക് ഒരൊറ്റ അടിയാണ് അടിച്ചു പോയി. ബോൾ നേരെ എവിടേക്ക് ചെന്ന് കയറി, ഗോൾ പോസ്റ്റിലേക്ക് കയറി. അങ്ങനെ സൽമാന്റെ ടീം അവിടെ വിജയിച്ചു. ആ സമയം നോക്കി ഹാജൽ ജമീ വസ്വാഹു അല്ലേ, എല്ലാവരും ഇളകി പുറപ്പെട്ടു. വസ്വാഹു അവരൊക്കെ എന്താക്കാൻ വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. എന്ത് ഹദഫ് ഹദഫ് ഗോൾ 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 അല്ലേ. നമ്മളിങ്ങനെ കളി കണ്ടിരിക്കുകയാണ്, വളരെ ആവേശത്തോടെ കൂടെ കളി കണ്ടിരിക്കുകയാണ്. ദെൻ ഏറ്റവും അവസാന നിമിഷം നോക്കൂ, അർജന്റീനയും അതുപോലെ തന്നെ ഒരു വേൾഡ് കപ്പാണ് നടക്കുന്നത്. നോക്കൂ, ആ വേൾഡ് കപ്പിൽ നമുക്ക് എത്രത്തോളം ആവേശം ഉണ്ടാകും അല്ലേ. ആ അവസാനത്തെ നിമിഷം അർജന്റീന തോറ്റിരിക്കുന്നതാണ് വിചാരിച്ചോളൂ. ആ നിമിഷം അവസാനം മെസ്സിയുടെ കാലിൽ ബോൾ കിട്ടുന്നു. മെസ്സി എന്ത് ചെയ്യുന്നു, അവസാന നിമിഷം 90 മിനിറ്റും കഴിഞ്ഞ് ഏഡ് ഓൺ ടൈമിൻ്റെ ഏറ്റവും അവസാന നിമിഷം മെസ്സി കൊണ്ടുപോയിട്ട് ഗോൾ അടിച്ചാൽ നോക്കും മക്കൾ, എത്ര ആവേശം ഉണ്ടാവും കാണികൾക്ക്. അതേപോലെ തന്നെ നമ്മളെ സൽമാൻ എന്ത് ചെയ്തു, ആ ഗോൾ അങ്ങോട്ട് അടിച്ചതിൽ സ്റ്റേഡിയം ഫുള്ള്, ഗാലറി ഫുള്ള് ഗോൾ 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 അല്ലേ, ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നോക്കൂ, ഫാസ ഫരീഖു സൽമാൻ ബിദാലിക്കൽ ഹദഫ് സഈർ അല്ലേ, സായർ, ഈ ഉജ്ജ്വലമായിട്ടുള്ള ഗോൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, സൽമാനിൻ്റെ ടീം ജയിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ സൽമാനിൻ്റെ ടീമിലെ മുഴുവൻ മെമ്പേഴ്സ് എന്ത് ചെയ്തു, സൽമാനിലേക്ക് ഓടിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു, ആനക്കുഹു അവനെന്ത് ചെയ്തു, ആലിംഗനം ചെയ്തു, അവനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് എന്താ ബാദ ഖലീലൻ, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇജ്തമഅ ഫരീഖും ഫിൽ മൈദാൻ അല്ലേ, ടീം മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, മൈതാനിൽ ഒരുമിച്ച് കൂടി. വസ്തലമു അൽ ഖൈസ വൽ ഔസിയ, അവരെന്ത് ചെയ്തു, അവർ നമ്മുടെ കപ്പും അതുപോലെ തന്നെ മെഡലുകളൊക്കെ എന്ത് ചെയ്തു, സ്വീകരിച്ചു. അപ്പോൾ വസ്തലമു എന്ന് പറഞ്ഞാൽ എന്താ, അവർ കൈപ്പറ്റി, അവർ സ്വീകരിച്ചു. എന്തിനെ കൈപ്പറ്റി, അൽ ഖൗസ, കപ്പിനെയും അതുപോലെ തന്നെ ഔസിമത്ത, എന്തിനേയും മെഡലുകളെ എന്ത് ചെയ്തു, അവർ സ്വീകരിച്ചു. അപ്പോൾ ഒരു കളിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ചില വേർഡുകളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വേൾഡ് കപ്പൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പാഠം എന്ത് ചെയ്യുക, കാണുക അല്ലേ. നമ്മൾ ഒരുപാട് കമൻട്രികൾ മലയാളത്തിലായാലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അറബി കമൻട്രിയൊക്കെ വെറുതെ കണ്ടു നോക്കണം. ഒരു കളിയുടെ യാ അല്ലാഹ് യാ അല്ലാഹ് ഖുറത്തുൽ ഖറത്തുൽ ഖദമി യാ അല്ലാഹ് അല്ലാഹ് ലാ 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 ഖുറ ഖുറ വറ വറ എന്നൊക്കെ പറഞ്ഞു അടിപൊളി കമൻട്രി എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം എന്ത് ചെയ്യും, അതേപോലെ ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു സൽമാൻ ഗോൾ അടിച്ച ഒരു കഥയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കി നുലാഹിലു മനതറഫ്, നമുക്ക് എന്ത് ചെയ്യുക, ഈ ചിത്രം നോക്കിയിട്ട് അല്ലേ, ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ ഒരാളുണ്ട്, ആരാണത്, ഗോളിയാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഡിഫൻഡർമാരുണ്ട് അല്ലേ, ഡിഫൻഡർമാർ നമ്മളെ ഒരു കളിയിൽ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ആരുണ്ട്, റഫറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 എന്തുണ്ട്, സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 മിഡ് ഉണ്ട്. അപ്പോൾ 2, 4, 6, 7 ആളുകൾ, 7 ഫുട്ബോൾ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ചിത്രത്തിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൽ ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ മക്കളെ, ആദ്യം നോക്കി ഇവിടെ ഒരാളെ കാണുന്നുണ്ട്, 1 എന്നുള്ള കൊടുത്തത് ആരാ കാണുന്നത്, നമ്മൾ യെസ് റഫറിയാണ് അല്ലേ. ഒരു മഞ്ഞക്കാടും പിടിച്ച ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, അതാരാ, യെസ് റഫറിയാണ്. അപ്പോൾ റഫറിക്ക് അറബിയിൽ പറയുന്ന പേരാണെന്ത്, അൽ ഹക്കമുൽ മുബാറ. എന്താ പറയാ, ഹക്കമുൽ മുബാറത്ത്. അൽ ഹക്കമുൽ മുബാറത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചോളൂ മക്കളെ, റഫറിയാണ്, മറന്നു പോവരുത്. റഫറിക്കാണ് എന്തെന്ന് പറയാ, ഹക്കമുൽ മുബാറത്ത് എന്ന് പറയാം. നോക്കി അൽ ഹാരിസുൽ മർമ, നോക്കി രണ്ടാമത്തെ ചിഹ്നം ആരിലേക്കാ പോകുന്നത്, യെസ് 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 ഗോൾ കീപ്പർക്ക് അല്ലേ. ഗോൾ കീപ്പർ നമ്മൾ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ എന്ന് പറയും, അറബിയിൽ നമ്മൾ പറയുന്നത് അൽ ഹാരിസുൽ മർമ. അൽ ഹാരിസുൽ മർമ യാ അല്ലാഹ്, അൽ ഹാരിസുൽ മർമ മർമ ഖുറ ഖുറത്തുൽ ഖദമി അൽ ഹാരിസുൽ മർമ. അങ്ങനെ എന്ത് ചെയ്യും, അറബി കമന്ററിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാരിസുൽ മർമ ഹാരിസുൽ മർമ എന്നിങ്ങനെ കേൾക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ അത് ആരാണ്, യെസ് ഗോൾ കീപ്പറാണ് അല്ലേ. ഗോളിക്കാണ് എന്തെന്ന് പറയാ, ഹാരിസുൽ മർമ എന്ന് പറയാ. കമന്ററി, അറബി കമന്ററി ചുമ്മാ ഒന്ന് കേട്ട് നോക്കിയാൽ മതി, അതിലുണ്ടാവും ഉടനീളം ഇലൽ ഹാരിസുൽ മർമ ഇലൽ ഖുറ ഇലൽ ബറ ഇലൽ ഹാരിസുൽ മർമ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, പഠിച്ചു വെച്ചോളൂ, ഗോൾ കീപ്പറാണ്. നോക്കൂ മക്കളെ, അൽ മുദാഫി, മൂന്നാമത്തെ ചിഹ്നം എന്താണ്, അൽ മുദാഫി എന്നാണ് പറയുന്നത്. ആരാ മുദാഫി എന്ന് പറഞ്ഞാൽ, യെസ് നോക്കൂ, മൂന്നാമത്തത് ആരിലേക്കാ പോകുന്നത്, ഈ 2 ആളുകളിലേക്കാണ് അൽ മുദാഫി. മുദാഫി എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫൻഡർ ആണ് അല്ലേ. അപ്പോൾ 2 ബാക്ക് അല്ലേ, 2 ബാക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ഡിഫൻഡർ അല്ലേ, ബോൾ ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കാൻ വേണ്ടി നിൽക്കുന്ന, ഗോളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് എന്തെന്ന് പറയുക, അൽ മുദാഫി. മുദാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫൻഡേഴ്സിനാണ് എന്തെന്ന് പറയുക, മുദാഫി എന്ന് പറയാം. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, അൽ മുഹാജിം. മുഹാജിം എന്ന് പറഞ്ഞാൽ ആരാ, മുഹാജിം എന്ന് പറഞ്ഞാൽ ആരാ,
സ്ട്രൈക്കേഴ്സിനാണ് മുഹാജിം എന്ന് പറയുന്നത്. നാലിത ചിഹ്നം ദാ ഈ രണ്ടാളുകൾക്കാണ് ഇതാ സ്ട്രൈക്കേഴ്സ് എന്താണ് ഏറ്റവും നല്ല അല്ലേ ഫോർവേഡ് അല്ലേ. അപ്പോൾ ഏറ്റവും മുമ്പിൽ കളിക്കുന്ന ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് മെസ്സിയെ റൊണാൾഡോ ഒക്കെ പോലെ നിൽക്കുന്ന ആളുകളാണ്. മെസ്സിക്കും റൊണാൾഡോക്കാണ് എന്തെന്ന് പറയുക എന്താ പറയുക മുഹാജിം ആണ് പറയുക അല്ലേ. മുഹാജിം സ്ട്രൈക്കേഴ്സ് അവരാണ് എന്ത് കളിയുടെ സ്ട്രൈക്കേഴ്സ്. അതുപോലെ തന്നെ അല്ലായിബുൽ വസ്ത് മിഡിൽ കളിക്കുന്ന ആളുകൾക്കാണ് ഇതാ നടുവിൽ കളിക്കുന്ന അഞ്ചാമത്തെ നോക്കി അല്ലായിബുൽ വസ്ത് മിഡ്ഫീൽഡേഴ്സ് അല്ലേ. അപ്പോൾ മിഡിൽ കളിക്കുന്ന ആളുകൾക്ക് എന്തെന്ന് പറയുക ലായിബുൽ വസ്തു എന്ന് പറയും. നോക്കൂ മക്കളെ, അപ്പോൾ അൽ ഹക്കമുൽ മുബാറത്ത് എന്ന് പറഞ്ഞാൽ റഫറിക്ക് എന്തെന്ന് പറയാ അൽ ഹക്കമുൽ മുബാറത്ത് എന്ന് പറയാ. അൽ ഹാരിസുൽ മർമർ എന്താ പറയാ ഗോൾ കീപ്പർ അല്ലേ. ഗോൾ കീപ്പർ എന്താ പറയാ ഹാരിസുൽ മർമ എന്നാണ് ഗോൾ കീപ്പറിന്റെ അറബി. ഒരുപാട് ഗോൾ കീപ്പേഴ്സിന് നമുക്ക് അറിയാൻ മതി ഇല്ലേ. അത് അടുത്ത് നോക്കി മക്കളെ അൽ മുദാഫി എന്ന് പറഞ്ഞാൽ ആരാ ഡിഫൻഡർ അല്ലേ. അപ്പോൾ ഡിഫൻഡർ അതായത് ബോൾ ഇങ്ങോട്ട് വരാതെ നിൽക്കാൻ കാത്തു സൂക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് ഡിഫൻഡേഴ്സ്. അവരെ പറയുന്ന പേരാണ് അൽ മുദാഫി അല്ലേ. ഒരുപാട് നമ്മളെ റാമോസ് അല്ലേ ആർക്കും മറന്നു പോകില്ല. അങ്ങനെ ഒരുപാട് ഡിഫൻഡേഴ്സ് എന്തുണ്ട് നമ്മുടെ ഫുട്ബോൾ ലോകത്തുണ്ട്. അതുപോലെ തന്നെ മുഹാജിം മുഹാജിം എന്ന് പറഞ്ഞാൽ യെസ് ഫോർവേഡ് അല്ലേ. മെസ്സി അതുപോലെ തന്നെ നെയ്മർ അതുപോലെ തന്നെ റൊണാൾഡോ ഒക്കെ എന്താണ് ഫോർവേഡേഴ്സ് ആണ്. അതായത് നമ്മളെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഗോളിനെ കാത്തു സൂക്ഷിക്കുന്ന അല്ലേ ടീമിനെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്കാണ് എന്തെന്ന് പറയുക അൽ മുഹാജിം സ്ട്രൈക്കേഴ്സ് എന്ന് പറയുക. അടുത്ത് നോക്കി അല്ലായിബുൽ വസ്ത് എന്താണ് മിഡ് കളിക്കുന്ന ആൾക്ക് എന്താണെന്ന് പറയുക അല്ലായിബുൽ വസ്ത്. അപ്പോൾ ഓരോ പോർഷനും ഓരോ പോർഷൻ്റെയും അറബി നമ്മൾ എന്തായി പഠിച്ചു വെച്ചു അല്ലേ. അറബി കമൻട്രി ചുമ്മാ ഒന്ന് എടുത്ത് കണ്ടാൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ പറയുന്ന വേർഡുകൾ ഇപ്പം ഞാൻ പറഞ്ഞ വേർഡുകൾ എന്ത് ചെയ്യൂ ഇങ്ങനെ കുറേ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. എന്ത് കേൾക്കാം അൽ ഹാരിസുൽ മർമ എന്ന് കേൾക്കാം മുദാഫി എന്ന് കേൾക്കാം അല്ലായിബുൽ വസ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക കുറേ കമൻട്രികൾ ഇങ്ങനെ കേൾക്കാം. ഓക്കെ മനസ്സിലായോ. ഇനി നോക്കൂ മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നക്റഹു വനഫ്ഹു നമുക്ക് എന്ത് ചെയ്യാം വായിക്കാം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അൽ ജുംലത്തുൽ ഫിഇലിയ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ ജുംലത്തുൽ ഫിഇലിയ. അപ്പോൾ ഫിഇലിയായ ജുംല എന്താണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ 6ാം ക്ലാസ്സിലെ മക്കളെ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജുംലത്തുൽ ഫിഇലിയയെ കുറിച്ചാണ്. സാർ ഇത് പറഞ്ഞ കയ്യിലോട് കൂടെ പിന്നെ ഒരാൾക്കും സംശയം ഉണ്ടാകരുത്. മനസ്സിലായോ. ഇപ്പം ജുംലത്തുൽ ഫിഇലിയ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ സാർ ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞു തരും എന്താ ജുംലത്തുൽ ഫിഇലിയ. അതോടുകൂടെ ക്ലോസ് നമ്മുടെ എല്ലാ സംശയങ്ങളും എന്തായിരിക്കണം ക്ലോസ് ആയിരിക്കണം. പൊന്നു മക്കളെ നോക്കിയാട്ടെ എന്താ ജുംലത്തുൽ ഫിഇലിയ. സാറ് പറഞ്ഞ പിന്നെ എന്തിനാ സാർ അവിടെ നിൽക്കുന്നത്. യെസ് പറഞ്ഞു തരാ കേൾക്കൂ. യെസ് യൽഅബുൽ വലദു ഫിൽ മൈദാൻ. അതുപോലെ തന്നെ നളറ ലാഇബു ഇലൽ മർമ തജിരി അൽ ഖുറത്തു ഫിൽ മൽഅബ് വസലത്തിൽ ഫാത്തിമയിൽ മദ്രസ. നോക്കിയാട്ടെ 4 ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടു. 4 ഉദാഹരണത്തിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ചോദിക്കട്ടെ. വല്ലതും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല അല്ലേ. ആർക്കും ഒരു പക്ഷേ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. സാറ് പറഞ്ഞു തരാ. ഇവിടെ നോക്കൂ യൽ അബു നളറ തജിരി വസല ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒന്ന് പറഞ്ഞാട്ടെ. ഈ 4 ഫീലുകളും ഒന്ന് കണ്ടാൽ ഈ 4 ചുവപ്പിൽ കൊടുത്ത 4 കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു സംതിങ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറഞ്ഞാട്ടെ മക്കളെ. യെസ് തോന്നും. എന്താണ് അതൊക്കെ ഫിഇലാണ് സാറേ. എന്താണ് ഫിഇലാണ്. അതൊക്കെ പ്രവൃത്തിയാണ് അല്ലേ. അതായത് തജിരി ഓടുന്നു അല്ലെങ്കിൽ തജിരി പോകുന്നു, വസല എത്തി, അതുപോലെ തന്നെ നളറ നോക്കി, യൽഅബു കളിക്കുന്നു അല്ലേ. ഇതൊക്കെ എന്താണ് ഒരു പ്രവർത്തനവുമായി ഒരു വെർബുമായി ബന്ധപ്പെട്ടതാണ്. അതെന്നാ ജുംലത്തുൽ ഫിഇലിയ. ജുംലത്തുൽ ഫിഇലിയ എന്ന് പറഞ്ഞാൽ ഫിഇലിനെ കൊണ്ട് തുടങ്ങുന്നത്. ആദ്യം ഫിഇൽ പറയപ്പെടുന്നതിനാണ് ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയുക. വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറെ ഒരു ടെൻഷനും കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ട ആവശ്യമില്ല മക്കളെ. അപ്പോൾ നമ്മളെ ജുംലത്തുൽ ഫിഇലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് യെസ് അതായത് ജുംലത്തുൽ ഫിഇലിയ എന്ന് പറഞ്ഞാൽ ഫിഇൽ കൊണ്ട് തുടങ്ങുന്നത് പ്രവർത്തനം കൊണ്ട് തുടങ്ങുന്നു. യൽഅബു കളിക്കുന്നു ഒരു പ്രവർത്തനമല്ലേ ചെയ്യുന്നൊരു കാര്യമല്ലേ ആണ് സാറേ. അതുകൊണ്ട് അതെന്താണ് ജുംലത്തുൽ ഫിഇലിയയാണ്. അടുത്ത നോക്കൂ നളറ നോക്കി, അല്ലായിബു കളിക്കാരൻ നോക്കി. എവിടേക്ക് നോക്കി? ഇലൽ മർമ ബോളിലേക്ക് നോക്കി, പന്തിലേക്ക് നോക്കി. അവിടെ നോക്കി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. നളറ എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് അതെന്താണ് വെർബാണ് ഫിഇലാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ആയിക്കോളൂ. ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെന്താണ് പറയുക ജുംലത്തുൽ ഫിഇലിയ എന്നാണ് പറയുക. അപ്പോൾ ഉദാഹരണം നോക്കുക. യൽഅബുൽ വലദു ഫിൽ മൈദാൻ. യൽഅബു കളിക്കുന്നു, അൽ വലദു ആര് കളിക്കുന്നു കുട്ടി കളിക്കുന്നു, ഫിൽ മൈദാനിൽ കളിക്കുന്നു. ഇവിടെ യൽഅബു എന്നുള്ള ഫിഇൽ കൊണ്ട് തുടങ്ങി
ഇവിടെ യൽഅബു എന്നുള്ള ഫിഇല് കൊണ്ട് നമ്മുടെ ഒരു സെന്റൻസിനെ തുടങ്ങി അത് ജുംലത്തുൽ ഫിഇലിയായി മാറി. അടുത്ത നോക്കൂ മക്കളെ, നളറ നോക്കി, അല്ലാഇബു കളിക്കാരൻ നോക്കി, ഇലൽ മർമ ഗോളിലേക്ക് നോക്കി. അവിടെ നോക്കൂ, നളറ എന്ന് പറയുന്ന സുന്ദരമായ ഫിഇല് കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ മക്കളെ? യെസ്, നമ്മൾ പറഞ്ഞു ഒരു കാര്യം അത് പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഫിഇല് കൊണ്ടാണ് തുടങ്ങുന്നത് വെച്ചാൽ അതിനാണ് ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയുക. ഇവിടെ നോക്കൂ, നളറ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതും ജുംലത്തുൽ ഫിഇലിയ നമ്മൾ ഉറപ്പിച്ചു, ശരിയല്ലേ? നോക്കൂ അടുത്തത്, തജ്രി അൽ ഖുർറത്തു ഫിൽ മൽഅബ്. എന്താണ്? പന്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ മൈതാനത്തിലൂടെ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നുള്ള അർത്ഥം അല്ലേ? അപ്പം മൈതാനത്തിലൂടെ പന്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോകുന്നു എന്നുള്ള അർത്ഥം, പോകുന്നു എന്നുള്ള തജ്രി. അപ്പം നോക്കൂ, അവിടെ തജ്രി എന്നുള്ളത് എന്താണ്? ഫിഇലാണ് സാറേ. അതുകൊണ്ട് തന്നെ അതെന്താണ് സാറേ? ജുംലത്തുൽ ഫിഇലിയാണ്. ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ സെറ്റായി സാറേ. എല്ലാവരും പറഞ്ഞോട്ടെ, എല്ലാവർക്കും സെറ്റായോ? അടുത്ത് നോക്കൂ, വസലത്തുൽ ഫാത്തിമയിൽ മദ്രസയിലേക്ക് ഫാത്തിമ വസല. എന്താ വസല? എത്തി. വസല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സാറേ വസല എന്നുള്ള ഫിഇല് പറഞ്ഞത് കൊണ്ട് തന്നെ, വസല എന്നുള്ളൊരു പ്രവൃത്തി പറഞ്ഞത് കൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്. ഫിഇല് കൊണ്ട് തുടങ്ങുന്നതിന് അത് ജുംലത്തുൽ ഫിഇലിയാണെന്ന് പറയാൻ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു സാറേ. കഴിഞ്ഞല്ലോ അല്ലേ? അടുത്ത് നോക്ക്, നുറാഫിഉൽ ലസ്സ വ നഖ്താറു മിനു ജുംലത്തുൽ ഫിഇലിയ. നമ്മളോട് എന്താ പറയുന്നത്? ഇവിടെ ചില വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ എന്ത് ചെയ്യണം? ജുംലത്തുൽ ഫിഇലിയാക്കി നമ്മൾ മാറ്റണം. നോക്കൂ, യർത്തഫി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ പാഠഭാഗത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതാ നോക്കൂ, യർത്തഫിയു ഉയർന്നു. എന്തുയർന്നു? അസിയാഹ അല്ലേ? ആർപ്പ് വിളി, അട്ടഹാസം, ഒച്ചപ്പാട്. അപ്പം ഗോളടിക്കാന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്ത്? എല്ലാവരും വളരെ ആവേശത്തിലായി. അപ്പോൾ അവിടെയാണ് നമ്മൾ കൊടുത്തിരുതാ യർത്തഫിയു സിയാഹ. എന്ത്? ഒച്ചപ്പാടുകൾ ഉയർന്നു. നോക്കി, ലൊറബ എന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചു. സൽമാൻ അടിച്ചു. ബിരിജിലേഹിൽ യുംന, അവൻ്റെ വലത് കാല് കൊണ്ട് എന്തടിച്ചു? ഗോളടിച്ചു. നോക്കൂ, ലൊറബ എന്നുള്ളത് അടിച്ചു എന്നുള്ളത് എന്താണ്? ഒരു ഫിഇലാണ്. അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ് സാറേ, ശരിയല്ലേ? അടുത്ത നോക്കൂ മക്കളെ, അസ്ര അല്ലാഹു. അസ്ര എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിച്ചു. അല്ലാഹ് ടീം മെമ്പേഴ്സ് സന്തോഷിച്ചു. നോക്കൂ മറ്റു മക്കളെ, അസ്ര എന്ന് പറഞ്ഞാൽ ഫിഇലല്ലേ? പ്രവർത്തനമല്ലേ? സന്തോഷിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയല്ലേ? ആണ് സാറേ. പ്രവർത്തനം കൊണ്ട് പറഞ്ഞത് കൊണ്ട് തന്നെ, പ്രവൃത്തി കൊണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്. ഞങ്ങൾക്ക് സെറ്റായി, ഞങ്ങൾക്ക് മനസ്സിലായി. നോക്കൂ, ഫാസ സൽമാൻ. ഫാസ വിജയിച്ചു എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അതും ജുംലത്തുൽ ഫിഇലിയാണ്. ഫാസ വിജയിച്ചു, സൽമാൻ വിജയിച്ചു. അടുത്ത നോക്കൂ പൊന്നുമക്കളെ, ഇജ്തമഅൽ ഫരീഖു ഫിൽ മൈദാൻ അല്ലേ? ടീം മെമ്പേഴ്സ് ഒക്കെ മൈതാനത്തിൽ ഒരുമിച്ച് കൂടി. ഇജ്തമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. ഒരുമിച്ച് കൂടുക എന്നുള്ളത് അതൊരു ഫിഇലാണ്, അതൊരു പ്രവർത്തനമാണ്. അതൊരിക്കലും ഇസ്മല്ല. അതുകൊണ്ട് തന്നെ സാറേ ഇസ്മ കൊണ്ടല്ല, ഫിഇല് കൊണ്ട് പറയപ്പെട്ടത് കൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്. ഞങ്ങൾക്ക് സെറ്റായി. ജുംലത്തുൽ ഫിഇലിയ എന്താണെന്ന് മനസ്സിലായോ പൊന്നുമക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ മനസ്സിലായോ പൊന്നുമക്കളെ? എല്ലാവരും മനസ്സ് പറയും, സാറേ മനസ്സിലായി സാറേ, അയക്കാൻ. ഇനി എവിടെ ഒരു ജുംലത്തുൽ ഫിഇലിയ കണ്ടാലും, ജുംലത്തുൽ ഇസ്മിയ വേർതിരിച്ച് കണ്ടാലും എനിക്ക് കഴിയും സാറേ എന്നെന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് മനസ്സ് പറഞ്ഞാട്ടെ. നമുക്കല്ലാതെ പിന്നെ ആർക്കാ കഴിയുക? നമ്മളല്ലേ ഇപ്പം ജുംലത്തുൽ ഫിഇലിയ എന്താണ് പഠിച്ചത് അല്ലേ? അപ്പോൾ വെരി ഗുഡ് മക്കളെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, അടുത്ത് നമ്മൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു ചിത്രം ഇങ്ങനെ കാണിച്ചു തരികയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഫിഇല് കൊണ്ട് തുടങ്ങപ്പെടുകയാണെങ്കിൽ അതിന് ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയും. നോക്കൂ പൊന്നു മക്കളെ, ഇവിടെ നമ്മൾ ഓരോ ചിത്രങ്ങൾ കാണുന്നുണ്ട്. നമ്മളോട് പറഞ്ഞ പണി എന്താണെന്നറിയോ? നമ്മളോട് ജുംലത്തുൽ ഫിഇലിയ പഠിച്ച് നമ്മളോട് പറയാണ് എന്ത്? ഈ ചിത്രത്തിൽ നിന്ന് ജുംലത്തുൽ ഫിഇലിയ വെച്ചിട്ട് ഈ ചിത്രത്തെ ഒന്ന് എന്ത് ചെയ്യുക? സെറ്റപ്പാക്കി എടുക്കുക അല്ലേ? ഇവിടെ ചില സൂചകങ്ങൾ തന്നിട്ടുണ്ട്. സക്കത്ത, യൽദിരിബു, വാനക്ക, യഖ്ബിദു എന്ന് പറയുന്ന ചില സൂചനകൾ തന്നിട്ടുണ്ട്. ആ സൂചനകൾ തുടക്കത്തിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതൊരു ജുംലയാക്കി ഇങ്ങോട്ട് മാറ്റുക. വേറെ പണിയൊന്നുമില്ല. ജുംല പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ആക്കി, ആസ് എ സെൻറ്റൻസ് അല്ലേ? ഒരു സെൻറ്റൻസ് ആക്കി നമ്മളോട് മാറ്റുക. അത്ര പണിയേ നമുക്കുള്ളൂ. നോക്കൂ മക്കളെ, സക്കത്ത എന്ന് പറഞ്ഞാൽ എന്താ? വീണു എന്നാണ് അർത്ഥം. വാനക്ക എന്ന് പറഞ്ഞാൽ എന്താ? ആലിംഗനം ചെയ്യുക അല്ലേ? നമ്മൾ പറഞ്ഞു ടീം മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തു? ആലിംഗനം ചെയ്തു. അതുപോലെ തന്നെ യൽദിരിബു എന്ന് പറഞ്ഞാൽ എന്താ? അടിക്കുക അല്ലേ? അതുപോലെ തന്നെ യഖ്ബിദു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പിടിക്കുക. യഖ്ബിദു പറഞ്ഞാൽ എന്താ? പിടിക്കുക. നോക്കൂ മക്കളെ, സക്കത്ത വീണു. അതുപോലെ തന്നെ ആനക്ക. ഫസ്റ്റത്തെ ഫോട്ടോ നോക്കൂ. ഫസ്റ്റത്തെ ഫോട്ടോ കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ഫോട്ടോ കണ്ടിട്ട് കാണുന്നില്ലതാ? ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരാൾ ആരാണ്? അത് സൽമാൻ ആയിക്കോട്ടെ, കബീർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആരും ആയിക്കോട്ടെ, റംഷി ആയിക്കോട്ടെ, ഫത്താഹ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു ചെങ്ങായി എന്ത് ചെയ്യാണ്? ഗോൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാനാണ്? ബോളിനെ അടിച്ച് കയറ്റിയാണ് മക്കളെ. അതിന് അറബി നമ്മൾ എങ്ങനെ എഴുതുക? യൽദിരിബു അടിക്കുക എന്നുള്ളതിന് എന്താണ്? നോക്കൂ,
യൽദിരിബുദ ഒന്നാമത്തെ ഇതാ യൽദിരിബുൽ മുഹാജിം അൽ ഖുറത്തുൽ മർമ. എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ട്രൈക്കർ. മുഹാജിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്ട്രൈക്കർ അല്ലേ? സ്ട്രൈക്കർ എന്ത് ചെയ്യുന്നതാ? തൊട്ട് മുന്നേ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അൽ മുഹാജിം അല്ലേ? മുഹാജിം എന്ന് പറഞ്ഞാൽ ആരാ? സ്ട്രൈക്കേഴ്സ്. ഓരോ കളിയിലുമുള്ള സ്ട്രൈക്കേഴ്സ് ഉണ്ടാവും. എസ് എ മെസ്സി, എസ് എ റൊണാൾഡോ അല്ലേ, എസ് എ നെയ്മർ, ആരായിക്കോട്ടെ. ഇനി നമ്മുടെ നാട്ടിൽ കളിക്കുന്ന വലിയ കളിക്കാരനായിക്കോട്ടെ, ആരാണെങ്കിലും സ്ട്രൈക്കർ എന്നുള്ളവർ പറയുന്നതാണ് അൽ മുഹാജിം എന്ന് പറയാ. നോക്കൂ, ഈ ചിത്രത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാ യൽദിരിബുൽ മുഹാജിം അൽ ഖുറത്തുൽ മർമ. നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ മുഹാജിം സ്ട്രൈക്കർ എന്ത് ചെയ്യുന്നു? ബോളിനെ അടിച്ചു വിടുന്നു. അപ്പം എന്താ? യൽദിരിബു എന്ന് തുടങ്ങി. അതുകൊണ്ട് തന്നെ അതെന്താണ്? ജുംലത്തുൽ ഫീലിയാണ്, സെറ്റാണ്. മനസ്സിലായി അല്ലേ? നോക്കൂ മക്കളെ, അടുത്തത് നോക്കൂ മക്കളെ, യഖ്ബിലുൽ ഹാരിസ്. നോക്കൂ, ഇതെന്ത് ചെയ്യാനാണ്? ഒരു ഗോൾ കീപ്പർ എന്ത് ചെയ്യാനാണ്? ആസ് എ ഗോൾ കീപ്പർ അവൻ എന്ത് ചെയ്യാനാണ്? യെസ്, ബോളിനെ പിടിക്കുകയാണ്. അപ്പോൾ ഒരാൾ അടിച്ചപ്പോൾ ആ ഗോൾ കീപ്പർ എന്ത് ചെയ്യുന്നു? ആ ബോളിനെ പിടിക്കുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, അതെങ്ങനെ നമ്മൾ അറബിയിലേക്ക് ആക്കുക? യഖ്ബിലു എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുന്നു എന്നാണ്. യഖ്ബിലുൽ ഹാരിസുൽ മർമ, ഹാരിസുൽ മർമ അൽ ഖുറത്തു. എന്ത് ചെയ്യുന്നു? ബോളിനെ എന്ത് ചെയ്യുന്നു? അല്ല, ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, ഗോൾ കീപ്പർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഗോൾ കീപ്പറിന് എന്താണ്. ഗോൾ കീപ്പറിന്റെ അറബി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ യഖ്ബിലു എന്ന് അടിക്കുക എന്നുള്ളതിന്റെ അറബി മാത്രം നമുക്ക് കിട്ടിയാൽ മതി, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ യഖ്ബിലു അടിക്കുന്നു, അൽ ഹാരിസ് അല്ല പിടിക്കുന്നു, അൽ ഹാരിസുൽ മർമ ഗോൾ കീപ്പർ പിടിക്കുന്നു, അൽ ഖുറത്തു പന്തിനെ പിടിക്കുന്നു. വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലായി. യഖ്ബിലു എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ളത് അതൊരു ഫിഇലാണ്, ഒരു പ്രവർത്തനമാണ് സാറേ. അതുകൊണ്ട് തന്നെ പ്രവർത്തനമായത് കൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്. ലാ ശക്ക വലാ റൈബ ഫിഹ, അതിലൊരു സംശയവുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പെട്ടെന്ന് വന്നാട്ടെ, അടുത്ത ഫോട്ടോത്തിലേക്ക് വന്നാട്ടെ. നോക്കൂ മക്കളെ, അല്ലാഹുൽ ഫരീഖു ഹാരിസുൽ മർമ അല്ലേ? ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഹാരിസുൽ മർമ ഗോൾ കീപ്പറിനാണ് ഹാരിസ് എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ആനക്ക ഇവിടെ കെട്ടിപ്പിടിക്കുക. ഈ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാകും അല്ലേ? ഹാനക്കല്ല അല്ലാഹുൽ ഫരീഖ്, ടീം മെമ്പേഴ്സ് കെട്ടിപ്പിടിക്കുന്നു. അൽ ഹാരിസുൽ മർമ ആരെ? ഗോൾ കീപ്പറിനെ ടീം മെമ്പേഴ്സുകൾ കെട്ടിപ്പിടിക്കുന്നു. ആനക്ക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നുള്ള ഫിഇലാണ്, അതൊരു പ്രവർത്തനമാണ് സാറേ. അതുകൊണ്ട് തന്നെ അതെന്താണ്? യെസ്, വെരി ഗുഡ്. അതെന്താണ്? ജുംലത്തുൽ ഫിഇലിയാണ്. നോക്കൂ, ഏറ്റവും അവസാനം ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ വീണുകയാണ്. അപ്പോൾ കളിക്കുന്നതിനിടയില്ലേ, കളീൻ്റെ സമയത്ത് അല്ലേ, ആവേശകരമായിട്ട് കളി നടക്കുന്ന സമയത്ത് പല വീഴ്ചകളും പല പ്രശ്നങ്ങളും പറ്റും. അതിലാണ് പറയുന്നത് സക്കത്ത, വീണു. ആര് വീണു? അല്ലാഹിബ്, കളിക്കുന്ന ഒരാൾ വീണു അല്ലേ, കളിക്കാരൻ വീണു. അപ്പോൾ സക്കത്ത എന്ന് പറഞ്ഞാൽ എന്താ? വിക എന്നുള്ളത് എന്താണ്? അതൊരു പ്രവർത്തനമാണ് സാറേ. അതുകൊണ്ട് തന്നെ സെറ്റാണ്, ഞങ്ങൾക്ക് മനസ്സിലായി. ഫീൽ കൊണ്ട് തുടങ്ങുന്നതിനാണ് അതിന് ജുംലത്തുൽ ഫീലിയ എന്ന് പറയുക. ഓക്കെ ആണോ? ഇനി നമുക്ക് ജുംലത്തുൽ ഇസ്മി എന്താണ് പറയണ്ടേ? ജുംലത്തുൽ ഫിഇലി എന്താണ് പഠിച്ച നമ്മൾക്ക് ജുംലത്തുൽ ഇസ്മി എന്താണ് തിരിയാതിരിക്കുകയോ ഇല്ല. വളരെ സിമ്പിളാണ്. ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അതിൽ ഫിഇലി പറയുന്നില്ല, അത് ഇസ്മ കൊണ്ട് പറയുന്നതാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയാണ്. അപ്പോൾ ഫസ്റ്റിൽ തുടക്കത്തിൽ ഫിഇലാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ജുംലത്തുൽ ഫിഇലിയാണ്. തുടക്കത്തിൽ ഇസ്മാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ജുംലത്തുൽ ഇസ്മിയാണ്. നോക്കൂ മക്കളെ, 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അൽ ജുംലുൽ ഇസ്മിയ, ജുംലത്തുൽ ഇസ്മിയക്ക് 3 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കുന്നു. അൽ മുബാറത്തുൽ ഷദീദ, ശക്തമായ മത്സരം. നോക്കൂ, അടുത്ത് നോക്കി. അൽ ഫരീഖുൽ ഫായിസ്, എന്താണ്? ഒരു ടീം, വിജയിച്ച ടീം. അതുപോലെ തന്നെ ദക്കായിക്കുൽ ബാക്കിയ, അവസാന നിമിഷം അല്ലേ, അവസാന മിനിറ്റ്. ഈ 3 എണ്ണം കണ്ടാൽ നമുക്ക് തിരിയും. ഇതിലെന്തില്ല? പ്രത്യേകിച്ച് ഒരു ഫീല് പറയുന്നില്ല. കുടിച്ചുന്നോ, ഉറങ്ങിയെന്നോ, പോയിന്നോ, വന്നുന്നോ തുടങ്ങിയ ഫീലൊന്നും പറയുന്നില്ല. ഇതിൽ രണ്ടും എന്താണ്? ഒരു ഇസ്മ പാറ്റേൺ രീതിയാണ് പറയുന്നത് അല്ലേ. ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിറ്റ്. അൽ ബാക്കിയ എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നു അല്ലേ, കുറഞ്ഞ മിനിറ്റ്, ഏറ്റവും അവസാനത്തെ നിമിഷം. അപ്പം നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംതിങ് റോങ്. ഇതിലെന്തില്ല? ഫിഇലില്ല. നമുക്ക് ഉറപ്പിക്കാം ഇതെന്താണ്? ഇസ്മാണ് അല്ലേ. ലാ ശക്ക വലാ റൈബ, നമുക്ക് ഉറപ്പിച്ച് പറയുന്നത് എന്താണ് മക്കളെ? ഇസ്മാണ് മക്കളെ. വേറൊന്നും സംശയിക്കാനില്ല. കാരണം എന്താ? അതിൽ ആരെ പറയുന്നില്ല? ഫീലിനെ പറയുന്നില്ല. പിന്നെ അത് ഫീലാണ് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ ഇല്ല. അതെന്താണ്? ഇസ്മാണെന്ന് ഉറപ്പിച്ചോളൂ. ഇനി നോക്കൂ, നുലാഹില സൂറത്ത് നഖ്ബിൽ ജുംലത്തുൽ ഇസ്മിയ, നമ്മളോട് പറയാണ് ഈ സൂറത്തിനെ വളരെ മനോഹരമായിട്ട് നോക്കിയാൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം? അത് പൂരിപ്പിക്കുകയും കൂടെ വേണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഇത് മനോഹരമായിട്ട് എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. നോക്കൂ മക്കളെ, ഇവിടെ ഒരു ബോളിനെ എങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ബോൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പറഞ്ഞാട്ടെ മക്കളെ. അൽ ഖുറത്തു, പന്ത് എന്നുള്ളത് ഫിഇലാണോ? അല്ല സാറേ, അതെന്താണ്? ഇസ്മാണ്. അതുകൊണ്ട് തന്നെ ജുംലത്തുൽ ഇസ്മിയയാണ്. അപ്പോൾ പഠിച്ചു, സെറ്റായി. ജുംലത്തുൽ ഫീലി എന്താ, ജുംലത്തുൽ ഇസ്മി എന്താ? എല്ലാവർക്കും സെറ്റായി. ഫീൽ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയും. സാറേ, അതിൽ ഫിഇലില്ല, ഇസ്മാണ് പറയുന്നത് വെച്ചാൽ അത് ജുംലത്തുൽ ഇസ്മിയാണ്. ഇത്ര വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണോ സാറേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്നോട് ചോദിക്കും അല്ലേ. അപ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അൽ ഖുറത്ത് എന്താണ്? പന്ത്.
പന്ത്, ബോള്, എങ്ങനത്തെ പന്ത്, എവിടെയാണ് അത് പന്ത് ചെയ്യുന്നത്? നോക്കൂ മക്കളെ, അൽ ഫിൽ മൈദാൻ അല്ലേ, അൽ ഖുർറത്തു ഫിൽ മൈദാൻ. പന്ത് എവിടെയാണ്? നമ്മുടെ മൈതാനിലാണ് അല്ലേ, ഗ്രൗണ്ടിൽ എന്തുണ്ട്? പന്തുണ്ട് മക്കളെ. അടുത്ത നോക്കി, അൽ വൽ മല്ല വാസിയുൻ, വിശാലമായ, ഇതിനെന്താ പറയുക? വിശാലമായ എന്താ പറയുക? കളിസ്ഥലം. കളിസ്ഥലത്തിൻ്റെ അറബി എന്താ മക്കളെ? അൽ മൽഅബ് അല്ലേ, അൽ മൽഅബുൽ വാസിയുൻ, വിശാലമായ ഗ്രൗണ്ട്. ഗ്രൗണ്ട്, വിശാലമായ ഗ്രൗണ്ട്. അവിടെ നോക്കൂ, മൽഅബ് എന്ന് പറഞ്ഞാൽ കളിസ്ഥലം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു ഇസ്മ ടച്ചാണ്, അതിലേക്ക് ഫീലിനെ കൊണ്ടുവരുന്നില്ല. അടുത്ത് നോക്കി, നശീത്ത്, ആരാണിതാ? കളിക്കാരൻ അല്ലേ, അൽ ലാഇബുൻ നശീത്ത്, വളരെ ഉന്മേഷവാനായിട്ടുള്ള ലായിബ്, കളിക്കാരൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ചിത്രത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കുന്നത്. നാലാമത്തെ നോക്കി മക്കളെ, അതാരാണ്? നാലാമത്തത് ആരാ മക്കളെ? യെസ്, റഫറിയാണ്. റഫറിക്ക് നമ്മൾ പഠിച്ചു അൽ ഹാക്കിമുൽ മുബാറ അല്ലേ, ഹാക്കിമുൽ മുബാറ എന്ന് പറഞ്ഞാൽ റഫറി എന്നാണ്. ഇതാ അപ്പോൾ നോക്കൂ, നാലാമത്തെ നമ്മൾ എങ്ങനെ ചെയ്തു? അൽ ഹാക്കിമുൽ മുറാത്തുൽ ഹാദിൽ, നീതിമാനായിട്ടുള്ള ആര്? ഹാക്കിമുൽ മുബാറ, റഫറി. അപ്പോൾ നോക്കൂ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഓരോ പാഠങ്ങളും വളരെ മനോഹരമായിട്ട് അതിലുള്ള ഓരോ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ആരൊക്കെ എന്തൊക്കെ എന്നുള്ളത്. അൽ ഹക്കമുൽ മുബാറ എന്ന് നമ്മൾ പറഞ്ഞു, അത് റഫറിക്കാണെന്ന് പറയാം, ഹക്കുമുൽ മുബാറ എന്ന് പറയാം അല്ലേ. ഹക്കുമുൽ മുബാറത്ത് എന്ന് പറഞ്ഞാൽ റഫറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ ഹാരിസുൽ മർമ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ ഇതാണ് അല്ലേ. നമ്മൾക്കറിയാവുന്ന ഇന്ന് ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മക്കളെ. അതുപോലെ തന്നെ അൽ മുദാഫി, ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലേ. അതുപോലെ തന്നെ അൽ മുഹാജിം, മുഹാജിം എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈക്കേഴ്സ് അല്ലേ, സ്ട്രൈക്കേഴ്സിനാണ് മുഹാജിം എന്ന് പറയുക. അതുപോലെ തന്നെ ലായിബുൽ വസ്ത് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡേഴ്സ് ആണ് മക്കളെ. ഇതാണ് ഒരു കളിൻ്റെ പോർഷൻ. നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ച് തരാൻ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ പഠിക്കണം എന്താണ് ഗോൾ കീപ്പറിൻ്റെ അറബി. നമ്മളോട് ചോദിച്ചാൽ, 6ാം ക്ലാസ്സിലത്തെ നിങ്ങളോട് ചോദിച്ചു എന്താ ഗോൾ കീപ്പറിൻ്റെ അറബി എന്ന് ചോദിച്ചാൽ, ഉച്ചത്തിൽ പറയാൻ കഴിയണം ഗോൾ കീപ്പറിൻ്റെ അറബി അല്ലേ. ഹാരിസുൽ മർമയാണെന്ന് ഉച്ചത്തിൽ പറയാൻ കഴിയണം. അതുപോലെ തന്നെ മുദാഫി എന്ന് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഡിഫൻഡേഴ്സിനാണ് മുദാഫി എന്ന് പറയുക അല്ലേ. ഇനി നിങ്ങൾ എന്താ ഈ വേർഡുകളൊക്കെ പഠിച്ച് പുരയിലൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് ഉഷാറായി നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ എന്ത് കുറച്ച് അറബി കമാൻഡറൊക്കെ പറയും അല്ലേ. അൽ ഖുർറത്തുൽ ഖദമി ഒക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ് എന്ത് അൽ അറബി കമാൻഡറി അല്ലേ. ഹതീറ ഹതീറ ഹതീറ, അറബി കമാൻഡറിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, നിരന്തരം ഇങ്ങനത്തെ നല്ല നല്ല വാക്കുകളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ നോക്കൂ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വാക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് പഠിക്കണം. ഓരോന്നിനും ഗോൾ കീപ്പറിന് എന്ത് പറയും? ഇനി മുതൽ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ഒഴിവാക്കി കുറച്ച് അറബി പറയാൻ തുടങ്ങി അല്ലേ. ആ ഗോൾ നോക്ക്, ആ ഗോൾ കീപ്പറിനെ നോക്ക് അല്ലേ. അപ്പോൾ നിങ്ങളുടെ അറബി പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രൈക്കർ ആരാ നിങ്ങൾ എങ്ങനെ ചോദിക്കണം ഇനി മുതൽ? നിങ്ങളുടെ മുഹാജിമാരാ, മൻഹുവ മുഹാജിം അല്ലേ, നിങ്ങളുടെ മുഹാജിമാരാൻ ചോദിക്കണം. അതുപോലെ തന്നെ ലായിബുൽ വസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? മിഡ്ഫീൽഡേഴ്സ്. ഇനി മുതൽ എന്ത് ചെയ്യരുത്? എനിക്ക് ആ മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് എനിക്ക് അർജു അൽ ലായിബുൽ വസ്ത്, എനിക്ക് എന്ത് ചെയ്യുന്നു? ആ മിഡ്ഫീൽഡർ എനിക്ക് വേണമെന്ന് എന്ത് ചെയ്യുക? ഇനി മുതൽ അങ്ങോട്ട് അറബി പറയും. ഈ അറബി വാക്കുകൾ എന്ത് ചെയ്യാണ്ട് പഠിച്ചു വെക്കി. ഓക്കെ. പിന്നെ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് ജുംലത്തുൽ ഫീലി എന്താ, ജുംലത്തുൽ ഇസ്മി എന്താ, വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു. ഫീല് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ലാ ശക്ക വലാ റൈബ, ഒരു സംശയവും വേണ്ട, പ്രവർത്തനം കൊണ്ടാണ്. നളറ, ദഹബ അല്ലേ, ജാ, ജലസ, അതുപോലെ തന്നെ അതുപോലെ തന്നെ എങ്ങനെ മറ, എന്തായിക്കോട്ടെ, നടന്നു, ഓടി, ചാടി, കിടന്നു, ഉറങ്ങി, എന്ത് ഫീലാണെങ്കിലും ഫീല് കൊണ്ട് തുടങ്ങുന്നതാണ് അത് ജുംലത്തുൽ ഫീലിയാണ്. അവിടെ ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ എക്സാമിന് ജുംലത്തുൽ ഫീലിയ വേർതിരിക്കാനും ജുംലത്തുൽ ഇസ്മിയ വേർതിരിക്കാനും ചോദിച്ചാൽ എൻ്റെ 6ാം ക്ലാസ്സിലെ മക്കളെ ഈ ക്ലാസ് കേട്ട, സാറിൻ്റെ ക്ലാസ് കേട്ട ഏതെങ്കിലും കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയൂല. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? അറിയാതെ നമ്മൾ അറ്റൻഡ് ചെയ്തു പോകും അല്ലേ. അപ്പോൾ അത്ര സിമ്പിളായിട്ട് സാർ എന്ത് ചെയ്തു? ജുംലത്തുൽ ഫീലിയയും ജുംലത്തുൽ ഇസ്മിയയും മനസ്സിലാക്കി തന്നു. എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി ജുംലത്തുൽ ഇസ്മി എന്താ നമ്മൾ പറഞ്ഞു? എന്തായിരുന്നു? യെസ്, ഒന്നും നോക്കാനില്ല, ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് അല്ലേ. ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയാണെന്നുള്ള എന്ത് ചെയ്തു? നമ്മൾ വളരെ മനോഹരമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ. അൽ മുബാറകത്തു ഷദീദ, അൽ ഫരീഖുൽ ഫായിസ്, അൽ ദഖായിഖുൽ ബാക്കിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെൻറ്റൻസുകൾ. അതുപോലെ തന്നെ അൽ ഖുർറത്തു ഫിൽ മൈദൻ, അൽ മൽഅബുൽ വാസി, വിശാലമായിട്ടുള്ള ഗ്രൗണ്ട്. ഇതൊക്കെ എന്താണ്? ജുംലത്തുൽ ഇസ്മിയാണെന്നും ജുംലത്തുൽ ഫീലിയ വേറെയാണെന്നും, ജുംലത്തുൽ ഫീലിയ എന്ന് പറഞ്ഞാൽ ഫീല് കൊണ്ട് തുടങ്ങുന്നതാണെന്നും, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണെന്ന് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു, സെറ്റാക്കി, ഇനി മറന്നു പോകൂല.
ഇനി മറന്നു പോകുമോ ഇല്ല, മറന്നു പോവരുത്. അതുകൊണ്ട് തന്നെ മക്കളെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഇൻട്രസ്റ്റോട് കൂടെ മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇൻട്രസ്റ്റോട് കൂടെ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ഡിഫൻഡറിൻ്റെ അറബി, മിഡ്ഫീൽഡറിൻ്റെ അറബി, സ്ട്രൈക്കറിൻ്റെ അറബി, അതുപോലെ തന്നെ റഫറിക്ക് എന്താ അറബി പറയുക, ഈ അറബികൾ എന്ത് ചെയ്യണോ നിങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് ചില സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അറബിയിലായിട്ട് പറയാൻ തുടങ്ങുക. എല്ലാവർക്കും ഇംഗ്ലീഷ് പറയാൻ കിട്ടും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, അറബി എല്ലാവർക്കും പറയാൻ കഴിഞ്ഞോളന്നില്ല. അപ്പം എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈ അറബികളൊക്കെ പഠിച്ചെടുക്കുക, എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയാക്കി പറയുക. അപ്പോൾ സാറ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, സാറ് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ തിരിയാത്തതോ ഇനി ക്ലാസ് ചേഞ്ച് ആക്കണമെന്നോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം നിങ്ങളെ കമൻറ്റുകൾ വായിച്ചാലാണ് സാറിന് ഇനി ക്ലാസ് മെച്ചപ്പെടുത്തണോ അല്ലെങ്കിൽ ഈ രീതിയിൽ മതിയോ ഇനി വേറെ എന്തെങ്കിലും രീതികൾ കൊണ്ടുവരണോ എന്നൊക്കെ എന്ത് ചെയ്യൂ തിരിയുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, അഭിപ്രായം പറയുക. ഇനി ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യണം അല്ലേ, നമ്മുടെ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മളെ യൂണിറ്റിലത്തെ മുഴുവൻ പാഠങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇതേപോലെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് തീർക്കണം. വേണ്ടേ, ഉഷാറായി തീർക്കണ്ടേ, നല്ല മാർക്ക് വാങ്ങണ്ടേ, വേണം. ക്രിസ്മസിൽ എന്ത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങണം. അതുകൊണ്ട് തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു സാറ് നല്ല ഭാവി നൽകുന്നു. അപ്പോൾ ജസാക്കുമുല്ലാഹ് ഖൈറൻ. എൻ്റെ വീഡിയോ കണ്ടതിന്, എൻ്റെ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമുക്ക് വീണ്ടും കാണാം, അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.